വിശ്വാസികളേ ഇതിലെ അപ്പം വയനാട്ടിലൂടെയുള്ള യാത്രക്കിടയിലാണ് ഉയർന്ന തലയെടുപ്പോടെ കൂടെ നിൽക്കുന്ന ഈ പള്ളിയിൽ എൻ്റെ കണ്ണുടയ്ക്കുന്നത്. ഇതാദ്യമായിട്ടല്ല കേട്ടോ, പലവട്ടം എൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്ത് പറയാൻ, എൻ്റെ തിരക്കുകൾ കാരണം ഒരിക്കലും പള്ളിയുടെ അകത്തോട്ട് വരാനോ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ പള്ളിയുടെ ഭംഗിയെപ്പറ്റി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ശരി, പള്ളിയിലൊന്ന് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓടി വന്നതാണ്. കുറച്ച് ദൂരം മുമ്പോട്ട് പോയപ്പോഴത്തേക്കും എൻ്റെ സങ്കല്പത്തെ അത് കൂടുതൽ ശരിവെച്ചു. കാരണം ഒരു വെസ്റ്റേൺ കൺട്രിയിലൂടെ നടക്കുന്നൊരു സുഖമായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും, അത് നീ വെസ്റ്റേൺ കൺട്രി പോയിട്ടുണ്ടോയെന്ന്. തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഇവിടെ വെസ്റ്റേൺ കൺട്രികളുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോകളിലൂടെ കാണുന്ന ആൾക്കാരാണ്. നമ്മളെ നാട്ടിലെ വിശേഷങ്ങൾ പോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളും നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിലൂടെ പോയപ്പം അയ്യോ, ഇത് നമ്മൾ TV കാണുന്ന ഒരു വെസ്റ്റേൺ കൺട്രി ഫീലിംഗ് ആണല്ലോ എന്ന് എനിക്ക് തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ ഒത്തിരി പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഒത്തിരി പള്ളികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വശ്യ മനോഹാരിതയിൽ ഒരു പള്ളി എൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതിലെ പ്രധാന സ്ഥാനി ഈ രൂപക്കൂടുകളിൽ എന്താ പറയുക, ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന കൊത്തിവെച്ചിരിക്കുന്ന ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ നേർക്കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ കുറച്ച് ദൂരം മുമ്പോട്ട് ഞാൻ നടന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ തോന്നലുകൾ അത് കൂടുതൽ ശരിവെച്ചു. ശരിക്കും ഈ ഞാൻ മേൽ പറഞ്ഞ പോലെ ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ നേർക്കാഴ്ചകൾ ഇങ്ങു നിന്ന് അങ്ങോളം രൂപക്കൂടുകളിൽ ഭദ്രമാക്കി കൊത്തിവെച്ചിട്ടുണ്ട്. ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അതൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാൻ അറിയില്ല. അത് പറഞ്ഞുതരാൻ ഒരു ക്രൈസ്തവ മതവിശ്വാസി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചില ചിത്രങ്ങൾ ആർക്കും മനസ്സിലാവുന്നതായിരുന്നു, നമ്മൾക്കെല്ലാം മനസ്സിലാവുന്നതായിരുന്നു. ഉണ്ണിയേശുവിൻ്റെ ജനനവും അങ്ങനെ പല കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നതും പിന്നെ കർത്താവ് തലയിൽ മുൾക്കിരീടം ചേർത്തുന്നതും അങ്ങനെ പല ചിത്രങ്ങൾ ഇവിടെയുണ്ട്. അത് മനുഷ്യന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു കേട്ടോ അതൊക്കെ. അങ്ങനെ കുറച്ച് ദൂരം മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള മതവിശ്വാസികൾ വന്നു പോകാറുണ്ട് കേട്ടോ ഇവിടെ. അല്ലെങ്കിലും ദൈവത്തിന് ജാതി മതം ഇതൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ നമ്മൾ മനുഷ്യർക്കാണല്ലോ. ആ വിശ്വാസം മനസ്സുള്ളതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ രാവിലെ അമ്പലത്തിൽ പോയി വന്നപ്പോൾ തൊട്ട ചന്ദനക്കുറി എൻ്റെ നെറ്റിയിലുണ്ടായിരുന്നു കേട്ടോ. ചന്ദനക്കുറി തൊട്ട ഒരു വിശ്വാസി എന്താ ഇതിലൂടെ കറങ്ങി നടക്കുന്നതെന്നുള്ള വിചാരത്തിലായിരിക്കും പലരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു, ജാതി മതം അത് മനുഷ്യർക്കാണ്, ദൈവത്തിനില്ല. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ ഞാൻ മുമ്പോട്ട് പോയിട്ടോ. അങ്ങനെ ഒടുവിൽ ആ മനോഹരമായ പള്ളിമുറ്റത്തെത്തി. എന്നത്തെ പോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ഉള്ളിൽ കയറാൻ ടൈം കിട്ടിയില്ല. പക്ഷേ തീർച്ചയായും മറ്റൊരു ദിവസം എന്തായാലും ഇവിടെ വരും. അത്ര അടിപൊളിയായിരുന്നു. ഇവിടം വരെ എത്തിയപ്പോഴേക്കും പൊളിയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പള്ളിയിലെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ കാണുന്നവർ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.